വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 43 മുതൽ 45 വരെയുള്ള വാക്യം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. യേശു നൽകുന്ന മാനദണ്ഡം. ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായ യേശുവിന്റെ പ്രബോധനങ്ങൾ സുവിശേഷകനായ വിശുദ്ധ മത്തായി വളരെ വിശദമായ രീതിയിൽ തന്നെ തന്റെ സുവിശേഷത്തിലെ 3 അധ്യായങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, സുവിശേഷകനായ വിശുദ്ധ ലൂക്ക സാങ്കേതിക മിഴിവുകൾ പുലർത്തിക്കൊണ്ട് തന്നെ അവയെ തന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ സമ്മിക്കായിട്ട് സംഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് നാം കാണുക. വിശുദ്ധ മത്തായി തന്റെ സുവിശേഷത്തിൽ മലയുടെ മുകളിൽ വെച്ചാണ് യേശുക്രിസ്തു ഈ പ്രഭാഷണം നടത്തിയത് എന്ന് നാം കാണുമ്പോൾ, വിശുദ്ധ ലൂക്കായുടെ വിവരണമനുസരിച്ച് മലയുടെ താഴ്വാരത്തുള്ള സമതലത്തിൽ വെച്ചുള്ള യേശുവിന്റെ പ്രബോധനങ്ങളായിട്ടാണ് നാം ദർശിക്കാനിടവരിക എന്നൊരു വ്യത്യാസവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ പ്രത്യേക ധ്യാന ചിന്ത നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു മാനദണ്ഡം എന്ന രീതിയിൽ യേശു തന്റെ അനുയായികൾക്ക് നൽകുന്ന പ്രബോധനമാണ്. യേശുവിന്റെ വീക്ഷണമനുസരിച്ച് നല്ലതും ചീത്തയും വിവേചിച്ചറിയുന്നതിനുള്ള മാനദണ്ഡം ഫലങ്ങളാണ്, അതിന്റെ റിസൾട്ടാണ്. വൃക്ഷത്തിൽ നിന്നും നല്ല ഫലങ്ങൾ നമുക്ക് ശേഖരിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ ആ നല്ല ഫലത്തിന് കായ്ക്കുന്ന വൃക്ഷം നല്ലതായിരിക്കും. മറിച്ച് ഫലങ്ങൾ കേടുപാട് വന്നതും ചീത്തയുമാണ് എന്ന് വരികിൽ അത് നൽകാനിടവരുന്ന വൃക്ഷവും അതിനനുയോജ്യമായ രീതിയിൽ ദുഷിച്ചതായിരിക്കും. ഇതൊരു പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി നിയമം തന്നെ യേശു മനുഷ്യ വ്യക്തികളിലേക്ക് ആരോപിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ നന്മ, ആ വ്യക്തിയുടെ ശ്രേഷ്ഠത, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആകെത്തുകയാണ് എന്നുള്ളതാണ് യേശുവിന്റെ വീക്ഷണം. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആകെത്തുക നന്മ നിറഞ്ഞതും സൽഫലങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇടവരുന്നതുമാണ് എന്ന് വരികിൽ, അതിനാൽ തന്നെ ആ വ്യക്തി നല്ല മനുഷ്യനാകാനാണ് സാധ്യത. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആകെത്തുക ദുഷിപ്പ് സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഇടവരുന്നത് എന്ന് വരികിൽ, അതിനനുസൃതമായി ആ വ്യക്തിയിലും ആ ദുഷിപ്പ് ഉണ്ടാകാൻ ഇടവരും. അതിന്റെ ഫലമായിട്ട് ആ മനുഷ്യനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. വൃക്ഷത്തെ സംബന്ധിച്ച് അതിന്റെ ഫലങ്ങൾ അതിന്റെ കായ്കനികളാണെങ്കിൽ, മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ ഫലങ്ങള് ജീവിതത്തിന്റെ ആകത്തുക എന്ന രീതിയിലാണ് യേശു വിഭാവനം ചെയ്യുന്നത്. എന്നാൽ നല്ല വർത്തമാനം പറയുന്ന, നല്ല വാക്കുകൾ പറയുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യൻ നല്ലത് പറയുന്നു എന്ന് ഒരിക്കലും ആ മനുഷ്യൻ നന്നാകണമെന്നില്ല, നല്ലതാകണമെന്നില്ല. പറയപ്പെടുന്ന വാക്കുകളേക്കാൾ കൂടുതൽ പ്രസക്തി ജീവിതത്തിനാണ് എന്നുള്ളതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. വാക്കും ജീവിതവും തമ്മിൽ യോജിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന് ഗണിക്കാം. അതുകൊണ്ട് യേശു ഇവിടെ ഒരു മാനദണ്ഡം തന്നെ തന്റെ അനുയായികൾക്കായിട്ട് നൽകുകയാണ്. മനുഷ്യന്റെ ജീവിതത്തെ ആകമാനം കണ്ട് ആ ജീവിതത്തിന്റെ ആകത്തുക അവരിനെ നന്മയ്ക്ക് ഉതകുന്നതാണ് എന്ന് വരികിൽ തീർച്ചയായിട്ടും അതിന്റെ നന്മ ആ വ്യക്തിയിൽ കാണും.
എന്നാൽ ആ വ്യക്തിയിലെ വാക്കുകൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ ഫലമായിട്ട് സമൂഹത്തിൽ അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും സമാധാനക്കേടുമാണ് ഉണ്ടാക്കുന്നത് എന്ന് വരികിൽ ആ വ്യക്തിയെ നല്ലവൻ എന്ന് വിലയിരുത്താനാകുകയില്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു തന്റെ അനുയായികൾക്കായിട്ട് നൽകുന്ന നിർദ്ദേശത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്.